മനുഷ്യനും അവനവൻ്റേതായ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ഇപ്പം എൻ്റെ ആഗ്രഹമല്ല മോൻ്റെ ആഗ്രഹം, മോൻ്റെ ആഗ്രഹമല്ല എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹങ്ങൾ എന്തോ അതെല്ലാം ഭഗവാനോട് പറയുന്നൊരവസ്ഥയാണെന്ന് അറിയപ്പെടുന്നത്. പഞ്ചാക്ഷരിയാണ് ഏറ്റവും പ്രധാനം. ശിവൻ്റെ ശ്രീകോവിലിൽ 108 പ്രദക്ഷിണങ്ങൾ സായാഹ്നത്തിൽ പ്രദക്ഷിണം വയ്ക്കും. തിരക്കേറിയ ജീവിതം നമ്മൾ പറയുന്ന വെറും പച്ചക്കളമാണ്. ജീവചരാചരങ്ങൾക്കെല്ലാം എടുക്കാവുന്നതാണ് അറിയുന്നത്. കാരണം ശിവനില്ലാത്തതായ ഒന്നില്ലല്ലോ. ശിവൻ ഭഗവാൻ ഇല്ലാത്തതായ ഒരു അംശം വേറെയില്ല. ഇപ്പോൾ നമുക്ക് ശിവരാത്രി വരെ അല്ലേ? അപ്പോൾ ശിവരാത്രി വ്രതവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ചോദ്യങ്ങളും ശിവരാത്രിയെ പറ്റിയിട്ടുമൊക്കെയാണ് നമുക്ക് ചോദിക്കാനായിട്ടുള്ള ആഗ്രഹം. ഈ ശിവരാത്രി വ്രതം ആർക്കൊക്കെ അത് എടുക്കാൻ സാധിക്കും? ശരിക്കും മനുഷ്യരാശിയിലുണ്ടാകുന്ന എല്ലാവർക്കും, മനുഷ്യരാശിയില്ല, ജീവചരാചരങ്ങൾക്കെല്ലാം എടുക്കാവുന്നതാണ് അറിയുന്നത്. കാരണം ശിവനില്ലാത്തതായ ഒന്നില്ലല്ലോ. ശിവൻ ഭഗവാൻ ഇല്ലാത്തതായ ഒരു അംശം വേറെയില്ല, എല്ലാത്തിലും ഉണ്ട്. ആ ജീവൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെ അതാണല്ലോ. അപ്പം എല്ലാ ജീവജാലങ്ങൾക്കും അത് ചെയ്യാമെന്നതാണ് അതിൻ്റെ അർത്ഥം. അത് പ്രകൃതിയുടെ ഒരു രീതിയാണ്. പ്രകൃതിയും പുരുഷനും എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു വ്രതം തന്നെ ശരിക്ക് ആചാരങ്ങൾ നമ്മൾ വച്ചിരിക്കുന്നത്, അനുഷ്ഠാനങ്ങൾ വച്ചിരിക്കുന്നതും എല്ലാം നമ്മൾക്ക് നിലനിൽക്കുന്ന ഒരു അടിസ്ഥാനമാണല്ലോ. അപ്പം ശിവരാത്രി എന്ന് പറയുമ്പം എല്ലാവരും ഇന്ന ആളിനെ എടുക്കാവൂ, സർവ്വചരാചരങ്ങളും അത് എടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് മനുഷ്യൻ മാത്രമല്ല, തിരിച്ചറിയുന്നതായ എല്ലാവർക്കും തിരിച്ചറിവുണ്ടല്ലോ. അപ്പോൾ അവർ ഓരോരുത്തരും അത് എടുക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ശിവരാത്രി വ്രതത്തിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്? എത്ര ദിവസം മുമ്പ് എടുക്കണം? എത്ര ദിവസം നീണ്ടു നിൽക്കണം? അല്ല, തലേ ദിവസം സാധാരണ ഒരിക്കലിരിക്കാറുണ്ട്. തലേ ദിവസം പിന്നെ അടുത്ത ദിവസം രാവിലെ മുതൽ നിലരി ആഹാരങ്ങളൊന്നും കഴിക്കില്ല. രാവിലെ മുതൽ തന്നെ ശിവക്ഷേത്ര ദർശനം ചെയ്ത് പ്രദക്ഷിണം തൊഴുത് അന്നേ ദിവസം നെല്ലരി ആഹാരം കഴിക്കാതെ സായാഹ്നത്തിൽ, അതായത് ഭഗവാൻ അഭിഷേകം കഴിഞ്ഞതിന് ശേഷം, ആ സായാഹ്നാഭിഷേകം ഉണ്ടാകും, അഭിഷേകം കഴിഞ്ഞതിന് ശേഷം അന്നേ ദിവസം ആ നെല്ലരി ആഹാരം അവർ കഴിച്ചിട്ട് പിന്നെ രാത്രി മുഴുവനും ഉറക്കണിക്കും. അതായത് ഭഗവാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാളകൂട സർപ്പം ഉള്ളിലേക്ക് പോയി ആ ദിവസം നമ്മളെല്ലാവരും ഭഗവാനോടൊപ്പം അനുഷ്ഠിക്കുന്ന ഒരു വ്രതമാണ് ശിവരാത്രി വ്രതം. അപ്പോൾ ഉറക്കഴിയുക, വിഷം തീണ്ടിയാൽ ഒരു നാൾ നമ്മൾ ഉറക്കണിക്കുന്നതാണ്. അപ്പോൾ അതിനോടൊപ്പം ഭഗവാനോടൊപ്പം തന്നെ, ഭഗവാൻ വിഷം തീണ്ടിയതല്ല, ഈ ലോകത്തിനകത്തുണ്ടാകുന്ന എല്ലാവരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയായിട്ട് ആ കാളകൂട സർപ്പം സ്വമേധ്യാൽ അദ്ദേഹം കഴിക്കുകയാണ് ചെയ്തത്. അപ്പം അത് ഉള്ളിലേക്ക് പോകാതിരിക്കാനായിട്ട് പാർവതി ദേവി അതിനെ കണ്ടത്തിൽ തടയുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പം അന്നും ഭഗവാനോടൊപ്പം നമ്മളെല്ലാവരും അങ്ങനെ ഇരിക്കുകയാണ്. ആ വ്രതത്തിൻ്റെ രീതികൾ ഇങ്ങനെയാണ്, ഇത്തരത്തിലാണ് സാധാരണ ചെയ്യുന്നത്. ശിവരാത്രി വ്രതവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നാമജപമോ അല്ലെന്നുണ്ടെങ്കിൽ മന്ത്രജപമോ? പഞ്ചാക്ഷരിയാണ് ഏറ്റവും പ്രധാനം. പിന്നെ ശിവൻ്റെ ശ്രീകോവിലിൽ 108 പ്രദക്ഷിണങ്ങൾ സായാഹ്നത്തിൽ പ്രദക്ഷിണം വയ്ക്കും. അത് ഓരോ കൂവളത്തിലായിട്ട് ഭഗവാന്റെ മുമ്പിൽ അർപ്പിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെ 108 പ്രദക്ഷിണം കഴിയുമ്പോഴത്തേക്ക് 4 യാമപൂജയുണ്ട്. ഓരോ യാമത്തിനും ഓരോ അഭിഷേകങ്ങൾ. ആ അഭിഷേകങ്ങൾ കഴിയുമ്പോൾ 4ാമത്തെ യാമപൂജയാണ്. 4ാമത്തെ യാമപൂജയ്ക്ക് 108 പ്രദക്ഷിണം സാധാരണ എല്ലാവരും ഫലം വെച്ച് തീരാറുണ്ട്. അത് കഴിഞ്ഞ ശേഷം പിന്നെ നട അടച്ചിട്ട് രാവിലത്തെ നിർമ്മാല്യം കണ്ടിട്ട് പോകാൻ സാധാരണ പോകാറുള്ളത്. ശിവരാത്രിക്ക് എന്തെങ്കിലും സങ്കല്പങ്ങൾ എടുക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹ സബലീകരണങ്ങളോ അങ്ങനെ? തീർച്ചയായിട്ടും അഭീഷ്ടസിദ്ധിയാണ്. ഓരോ മനുഷ്യനും അവനവൻ്റേതായ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ഇപ്പം എൻ്റെ ആഗ്രഹമല്ല മോൻ്റെ ആഗ്രഹം, മോൻ്റെ ആഗ്രഹമല്ല എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹങ്ങൾ എന്തോ അതെല്ലാം ഭഗവാനോട് പറയുന്നൊരവസ്ഥയാണെന്ന് അറിയപ്പെടുന്നത്. അത് ഭഗവാന്റെ മുമ്പിൽ പറയുമ്പോഴത്തേക്കും അതിന് അന്നേ ദിവസം ഒരുപാട് പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തോടുകൂടി നമ്മൾ അർപ്പണ മനോഭാവം എന്താണോ മനുഷ്യൻ്റെ മനസ്സിനകത്തുണ്ടാകുന്ന ഞാൻ അർപ്പിക്കുന്നു, ആ അർപ്പിതം മുഴുവനും ഈ സമയത്ത് ഭഗവാൻ അർപ്പിക്കുകയാണ്. അർപ്പിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഫലം ഉണ്ടാകുമെന്നാണ്. എല്ലാം അടിസ്ഥാന മനസ്സാണ്. ആ മനസ്സർപ്പിക്കുകയാണ് ഭഗവാൻ. അപ്പം അങ്ങയുടെ ചിന്തകൾക്കനുസരിച്ച്, അങ്ങയുടെ വിചാരങ്ങൾക്കനുസരിച്ച് ഭഗവാനോട് ഒരു അർപ്പിതം ഉണ്ടാകും. അർപ്പിക്കുന്നു ഭഗവാന്, അതിൻ്റെ ഫലം കിട്ടുമെന്നാണ്. മനസ്സാണ് എൻ്റെ ശരിയായ സത്യം. അങ്ങനെയാണ് ശിവരാത്രി വ്രതം. പുല, വാലായ്മ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ശിവരാത്രി വ്രതത്തിൽ? സത്യത്തിൽ പുലയും പാലായ്മയും ഓരോ ആചാരങ്ങൾക്കനുസരിച്ച്, ഓരോ ദേശങ്ങൾക്കനുസരിച്ചാണ് സങ്കല്പങ്ങൾ എന്ന് പറയുന്നത്. അത് ഒരു ദേശത്തിനുണ്ടാകുന്ന ഒരു ആചാരത്തിൻ്റെ രീതി ആയിരിക്കില്ല മറ്റൊരു ദേശത്തിനകത്ത് ഉണ്ടാകുന്നത്. അതുപോലെ പുലയും ആചാരവും അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ തെക്കൻ രീതികളുണ്ട്, വടക്കൻ രീതികളുണ്ട്, നോർത്ത് ഇന്ത്യൻസ്, അങ്ങനെ ഓരോ സ്ഥലത്തും അത് ആചാരങ്ങളെ ഓരോ പ്രദേശത്തിൻ്റെ ദേശമാണ്. അതിൻ്റെ ദേശകാലങ്ങൾക്കനുസരിച്ച് മാത്രമാണ് അതിന് പുലയും പാലായ്മയും പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 16 പുല പറയുന്നുണ്ട്, ചിലർ 10 പുല പറയുന്നുണ്ട്, ചിലർ 3 പുല പറയുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ ദേശകാലങ്ങൾക്കനുസരിച്ചാണ്. അത്രയേ ഉള്ളൂ. അതല്ലാതെ ഇതിനകത്ത് നിശ്ചയമായിട്ടുണ്ടാകുന്ന ഒരു കാലപരിധി ഒരു പ്രമാണങ്ങളിലും പറഞ്ഞിട്ടില്ല. അത് പറയുന്നത് ദേശകാലം
ഓരോ ദേശത്തിന് ഓരോ കാലത്തിനും ആ ദേശത്തിന് ഇത്ര ദിവസത്തെ പുലയുണ്ട്, അല്ലെങ്കിൽ ആ സമുദായത്തിന് ഇത്ര ദിവസത്തെ പുലയുണ്ട്, അല്ലെങ്കിൽ ആ വർഗ്ഗത്തിന് ഇത്ര ദിവസത്തെ പുലയുണ്ടെന്ന് പറയുന്നത് അത് അത്തരത്തിൽ തന്നെയാണ്. അതിനെ നമുക്ക് വേറെ തരത്തിലേക്ക് മാറ്റാൻ പറ്റില്ല. നമ്മളിവിടെ 16 പറയുന്നുണ്ട്, കുറച്ചുകൂടെ അപ്പുറത്തെ ഇല്ല 10 പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ദേശകാലം അത്ര തന്നെ. തിരുമേനി, ഈ തിരക്കേറിയ ജീവിതം നയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കും ഈ ശിവരാത്രി വ്രതമൊക്കെ ഒന്ന് ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പം അവരിത് എങ്ങനെയായിരിക്കും ചെയ്യേണ്ടിയിരിക്കുന്നത്? ഈ തിരക്കേറിയ ജീവിതം നമ്മൾ പറയുന്ന വെറും പച്ചക്കളമാണ്. നമ്മൾക്ക് എല്ലാത്തിനും സമയം ഉണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ സമയമില്ലാന്ന് നമ്മൾ പറയണല്ലോ, നമുക്കൊന്നും സുഖമില്ലാതായി. നമ്മളെ സമയം എവിടെയാണ് പോകുന്നത്? നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകല്ലേ? സത്യമല്ലേ? ഈ തിരക്കേറിയെന്ന് നമ്മൾ പറയണതിന് അത് വെറുതെയാണ്. നമ്മൾക്ക് എന്ത് ആവശ്യമുണ്ടോ എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് 100% സാധിക്കില്ലേ? അപ്പം നമ്മൾ അതിനെ ഇങ്ങനെ ചുമ്മാ വെറുതെ പറയുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. തിരക്കുകളുണ്ടാകും, പക്ഷെ ആ തിരക്കുകൾ നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെ നമുക്ക് നിറവേറ്റാം. അപ്പോൾ ശിവരാത്രിക്ക് തിരക്കുകളല്ല. എൻ്റെ ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ടുള്ള ഈ ദിവസം ഇന്നാണ്. ആ ദിവസം ഞാൻ എന്താണ് അനുഷ്ഠിക്കേണ്ടത്? ആ പ്രഭാതത്തിൽ സൂര്യോദയത്തിന് മുമ്പിൽ നമ്മൾ എണീറ്റ് ആ ബ്രഹ്മമുഹൂർത്തം മുതൽ പഞ്ചാക്ഷരി പറഞ്ഞ് ശിവൻ്റെ ക്ഷേത്രത്തിൽ പോയി പ്രദക്ഷിണം വെച്ച് ആചാരക്രമങ്ങൾ ഓരോ ദേശത്തിനുണ്ടാകുന്ന ആചാരങ്ങൾ അനുസരിച്ച് ആ ഭഗവാനെ ആരാധിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് അവിടെ അതിനും ഒരു തിരക്കുണ്ട് എന്ന് നമ്മൾ പറയുന്നത് അതൊരു വിഡ്ഢിത്തരമാണ്. തിരക്ക് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നമ്മൾക്ക് ഭഗവാനെ പ്രാർത്ഥിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു തിരക്കും പാടില്ല. ഞാൻ എൻ്റെ എല്ലാ സങ്കല്പങ്ങളെയും മാറ്റിവെച്ചിട്ട് സ്വസ്ഥനാകുന്നതിന് വേണ്ടിയല്ലേ ഭഗവാന്റെ അടുത്ത് വരുന്നത്. അവിടെ വേറെ തിരക്കുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടൊന്ന് ഓടിപ്പോയിട്ട് വരാൻ വേണ്ടിയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പം അതെല്ലാം വെറുതെ. അതിനപ്പുറത്തേക്ക് നമ്മൾ എത്തണം. നമുക്ക് എല്ലാവർക്കും പറ്റും അത് വാസ്തവത്തിൽ. പക്ഷെ നമ്മളതിന് തയ്യാറല്ല. നമ്മൾ ഈ രാവിലെ മുതൽ വൈകുന്നേരം ഇങ്ങനെ ഓട്ടക്കാരാണ്. അതിലെന്ത് നേടുന്നു? ഒന്നും നേടുന്നില്ല. മണ്ടര. അടുത്ത നിമിഷം അറിയാത്തവരാണ് നമ്മളല്ലേ? ഉണ്ടോ? ഇല്ല. അടുത്ത നിമിഷം അറിയില്ല, എന്തും സംഭവിക്കാം. നമ്മൾ ഈ കടലിൻ്റെ കരയിലാണ് ഇവിടെ നമ്മളിപ്പോൾ ഇരിക്കുന്നത് തന്നെ. ഒരു നിമിഷം വരെ സുനാമി ഒന്ന് കയറാനല്ലേ? പിന്നെ നമ്മൾ ഈ ബൈറ്റിങ് ഒന്നുമില്ല. അത് പരമസത്യമാണ്. അതുകൊണ്ട് തിരക്കെന്ന് പറയുന്നത് വെറുതെ എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ സമയം കണ്ടെത്തിയാൽ നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്, ഉറപ്പായിട്ടും.